നമ്മുടെ thumbnail കണ്ട പോലെ ഇന്ന് വാട്ട് ഇസ് സൈക്കോളജി എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബട്ട് ബിഫോർ ദാറ്റ് നമ്മുടെ സോഷ്യൽ സിറ്റുവേഷൻ, ഇറ്റ്സ് എ പാൻഡമിക് സിറ്റുവേഷൻ. കൊറോണ എന്ന് പറയുന്ന വൈറസ് ഇറ്റ് ഇസ് സ്പ്രെഡിങ് വെരി വൈഡ്ലി. അപ്പോൾ എല്ലാവരും തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും സെൽഫ് ഹൈജീനും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ടുഡേ വി ആർ ഗോണ ഡിസ്കസ് ഓൺ ദ ടോപ്പിക് സൈക്കോളജി. ദ ടേം സൈക്കോളജി ഓർ സൈക്കോളജിസ്റ്റ് നമ്മൾ ഓഫൺ കേൾക്കുന്ന ഒരു ടേമാണ്. സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് മനസ്സ് വായിക്കാൻ കഴിവുള്ള ആൾക്കാർ, അല്ലെങ്കിൽ സൈക്കോളജി പഠിക്കുന്നവർക്ക് നമ്മുടെ മനസ്സ് വായിക്കാൻ പറ്റും, അല്ലെങ്കിൽ റിവീൽ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ എന്തെങ്കിലും കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ റിവീൽ ചെയ്യാൻ പറ്റും. ഈ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ റിവീൽ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വെറുതെ ഉപദേശിക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചിന്ത വരുന്നത്. സോ ലെറ്റ് സീ വെദർ ദിസ് കൺസെപ്ഷൻ ദാറ്റ് വി ഹാവ് ഇസ് ട്രൂ ഓർ നോട്ട്. അപ്പോൾ സൈക്കോളജി ആസ് എ ടേം, സൈക്കോളജി എന്ന് പറയുന്നത് രണ്ട് വേർഡാണ്. ദാറ്റ് ഇസ് ഗ്രീക്ക് വേർഡാണ് സൈക്കോ ആൻഡ് ലോഗോസ് എന്ന് പറയുന്നത്. അതിൽ സൈക്കെ എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് ലൈഫ്, അല്ലെങ്കിൽ ഒരു സോൾ, അല്ലെങ്കിൽ ബ്രെത്ത് എന്ന അർത്ഥമാണ് ഗ്രീക്കിൽ പറയുന്നത്. ആൻഡ് ലോഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി അല്ലെങ്കിൽ റിസർച്ച് എന്നാണ് അർത്ഥം. സോ ഇൻ ഷോർട്ട് വെൻ വി സേ സൈക്കോളജിനെ ചെറുതാക്കി പറയുമ്പോൾ വി ക്യാൻ സേ ഇറ്റ് ആസ് സൈക്കോളജി ഇസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് മൈൻഡ് ഓർ മെൻ്റൽ പ്രോസസ് ആൻഡ് ബിഹേവിയർ. അപ്പം മൈൻഡിനെ മെൻ്റൽ പ്രോസസ്, നമ്മുടെ മൈൻഡിലെ മെൻ്റൽ പ്രോസസ്സസ് ആൻഡ് ബിഹേവിയറിനെ പഠിക്കുന്നതാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സൈക്കോളജി എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ സൈക്കോളജി എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദോസ് ഹു ലേൺ സൈക്കോളജി വി ക്യാൻ കോൾ ദം ആസ് സൈക്കോളജിസ്റ്റ്. അപ്പോൾ സൈക്കോളജിസ്റ്റ് ദി വർക്ക് ഇൻ ദ ഫീൽഡ് ഓഫ് കൗൺസിലിംഗ്, ഫോറൻസിക്, ക്രിമിനോളജി, അല്ലെങ്കിൽ റിസർച്ച് ഏരിയാസ്, അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ഫീൽഡ് സെറ്റിംഗ്സ്, ഏത് ഏരിയ ആയാലും ദിൽ ബി ഐദർ വർക്കിംഗ് വിത്ത് ഹ്യൂമൻ ബീങ്സ് ഓർ വിത്ത് ആനിമൽസ്. ഹ്യൂമൻസിലും ആനിമൽസിലുമുള്ള ബിഹേവിയേഴ്സ് ആണ് ഈ സൈക്കോളജിസ്റ്റ് പഠിക്കുന്നത്. അപ്പോൾ ഈ റിസർച്ച് എന്ന് പറയുമ്പോൾ ദ ഫസ്റ്റ് തിങ് ദറ്റ് കംസ് ടു അവർ മൈൻഡ് ഇസ് സയൻറ്റിസ്റ്റ്. സയൻറ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ ദേ ക്യാൻ ബി ബയോളജിസ്റ്റ് ആവാം, കെമിസ്റ്റ് ആവാം, ഫിസിസിസ്റ്റ് ആവാം, ഓർ ദേ ക്യാൻ ബി സൈക്കോളജിസ്റ്റ്. ഏത് സയൻറ്റിസ്റ്റ് ആയാലും ദേ യൂസ് എ പെർട്ടിക്കുലർ മെത്തേഡ് ഫോർ റിസർച്ചിങ്. ഇറ്റ് ഇസ് നോൺ ആസ് എംപിറിക്കൽ മെത്തേഡ്, അല്ലെങ്കിൽ എംപിറിക്കൽ റിസർച്ച് മെത്തേഡ് എന്നാണ് അതിന് പറയുന്നത്. ഇപ്പോൾ എംപിറിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ഫോളോ എ 5-step പ്രോസസ്. എവറി സൈക്കോളജിസ്റ്റ് ഓർ എവറി സയൻറ്റിസ്റ്റ് ഫോളോ ദിസ് 5-step പ്രോസസ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് കളക്ടിങ് ഓഫ് ദ ഡേറ്റ. ദെൻ വി ഹാവ് ടു ഗോ ടു ദ സെക്കൻഡ് സ്റ്റെപ്പ്, ദാറ്റ് ഇസ് അനലൈസിങ് ദ ഡേറ്റ. The data that has already been collected, we have to analyze that, which is the second step. Then after analyzing, we go to the third step, that is known as interpreting the data, which is the third step. After we get an interpretation, we can reach a conclusion. When we reach a conclusion, we call it as the fourth stage. And reaching a conclusion is not the end. We have to go for sharing of information to the society, which is the 5th step. So with this 5th step, we call it as an empirical research. So the 5 steps are collecting of the data, analyzing the data, interpreting the data, then we reach a conclusion, and then we have to share it to the society. So when we follow the 5 steps, we'll be calling it as empirical data. And then in the field of psychology, we have lot of people who have done empirical research method, or they have used empirical research method to reach a particular conclusion. And reaching a conclusion like that, there are 9 perspectives in psychology, അല്ലെങ്കിൽ 9 broad domain ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു കാര്യം തന്നെ, അല്ലെങ്കിൽ സൈക്കോളജി എന്നൊരു വലിയ ഫീൽഡിനെ 9 രീതിക്കായിട്ട് ആൾക്കാർ ഡിറ്റർമൈൻ ചെയ്തേണ്ട. വിൽ ബി സീയിങ് ഈച്ച് വൺ ഇൻ ഡീറ്റെയിൽ നൗ. The first perspective that we are going to discuss is structuralism. Structuralism was put forward by Wilhelm Wundt. Wilhelm Wundt is known as the father of psychology and the father of modern psychology and experimental psychology. He is known as the father of experimental psychology because he was one of the first person to set up a laboratory at Leipzig, Germany. He is a German philosopher and a psychologist. He put forward the term introspection, that is looking into oneself, by which we can understand human experience. He was also supported by Edward B. Teshner. That is the first perspective. The second aspect is functionalism. Functionalism was put forward by William James. William James attempted to find why animals and humans developed a particular aspect that they currently possess. അവർ എന്തുകൊണ്ട്, ഇപ്പോൾ ഒരാൾ ദേഷ്യപ്പെടുന്നുണ്ട്, അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് എന്താണ് എന്ന്, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പെർസ്പെക്റ്റീവാണ് ഫങ്ഷണലിസം എന്ന് പറയുന്നത്. The third perspective is psychodynamic perspective.
The psychodynamic perspective was put forward by Sigmund Freud. Sigmund Freud is known as the father of psychoanalysis or psychodynamic perspective. He talks about unconscious thoughts, memories, feelings, our early childhood behaviors, how all these things lead to the current behavior. He was also supported by Carl Jung, Karen Horney, Erik Erikson, and Alfred Adler. The fourth perspective is known as behaviorism. Behaviorism was put forward by John B. Watson and B.F. Skinner. Both of them propose that we cannot study people by studying their mind alone. So what they say is we have to study the behavior of a particular person. Our person എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് പഠിച്ചാൽ മാത്രമാണ് നമുക്കൊരാളെ പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മനസ്സ് വായിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനസ്സ് പഠിച്ചത് കൊണ്ട് നമുക്കൊരാളെ പഠിക്കാൻ പറ്റില്ല എന്നുള്ളത് കോൺസെപ്റ്റാണ് ജോൺ ബി വാട്സൺ ആൻഡ് ബി എഫ് സ്കിന്നർ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത് ഇൻ ദിസ് പർട്ടിക്കുലർ ബിഹേവിയറിസം പെർസ്പെക്റ്റീവിൽ. The fifth perspective is known as the biological perspective. It was put forward by Michael Gazzaniga. A word in namukku manasilavu that it is related to biology. Michael says that we cannot treat people by studying the mind or behavior. Rather, we have to understand the biology of the person. Biology ennu parayumbol we have to understand the neurotransmitters, we have to understand the hormone levels, and we have to go with the brain. ഇതെല്ലാം കൂടെ പഠിച്ചാൽ മാത്രമാണ് നമുക്കൊരു പേഴ്സണെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് ഉള്ള വ്യൂ ആണ് മൈക്കൽ ഗസാനിഗയുടെ. The sixth perspective is known as the humanistic perspective. It was put forward by Carl Rogers and Abraham Maslow. ആ വേർഡ് ഹ്യൂമനിസ്റ്റിക് എന്ന വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും that we have to be more humane. Carl Rogers and Abraham Maslow both said that we cannot learn people by studying their mind, by their behavior, nor by their biology. Rather, we have to understand the potential of their personal growth. What is the person in the മനസ്സിലാക്കണമെങ്കിൽ we have to understand their personal growth. And so we can call it as the humanistic perspective. The seventh perspective is known as the cognitive perspective. Cognitive perspective, it was put forward by Ebbinghaus, Hermann Ebbinghaus, Jean Piaget and Frederick Bartlett. All these three people said that we have to understand humans by understanding their mental processes. All the mental processes include their perception, their thinking, their memory and judgment. With these processes like judgment, perception and thinking, we'll be able to understand humans in a better manner. നമ്മുടെ എയ്ത്ത് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവ് ആണ്. ഇറ്റ് വാസ് പുട്ട് ഫോർവേഡ് ബൈ ലിയോൺ ഫെസ്റ്റിംഗർ, ഫ്രിറ്റ്സ് ഹെയ്ഡർ ആൻഡ് സ്കാറ്റർ. ഈ മൂന്ന് പേരും പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് സോഷ്യോ കൾച്ചറൽ, സോഷ്യൽ സിറ്റുവേഷൻസും അവരുടെ കൾച്ചറിലും ഉള്ള ഡിഫറൻസ് കാരണം ഒരു പേഴ്സൻ്റെ ബിഹേവിയർ മാറും എന്നാണ് ഈ പെർസ്പെക്റ്റീവ് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ജനിച്ച ഒരാളും കാനഡയിൽ ജനിച്ച ഒരാളും ബോത്ത് ഓഫ് ദെം ആർ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് in a different situation. That is social situation വേറെയാണ്, അവരുടെ കൾച്ചറും വേറെയാണ്. സോ ഈ പെർസ്പെക്റ്റീവ് അനുസരിച്ച് പറയുകയാണെങ്കിൽ both of them will be having a different behavior. So that is what is socio-cultural perspective. The ninth perspective or the last perspective എന്ന് പറയുന്നത് evolutionary perspective ആണ്. Evolution എന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ the first person that comes to our mind is Charles Darwin. Yes, Charles Darwin is the main proponent for evolutionary perspective. Charles Darwin put forward ചെയ്യുന്ന ഒരു തിയറി എന്ന് പറയുന്നത് survival of the fittest. അതുപോലെ തന്നെയാണ് we have David Bass, we have Steven Pinker and Richard Dawkins. All these people have the same notion, that is survival and adaptation. With this, we come to an end for the 9 perspective. Today, we have learned what is psychology and what are the perspectives of psychology. In the next video, we'll be learning about the scope and specializations of psychology. So those who liked my video, share it with your friends and dear ones. And those who haven't subscribed my channel yet, please subscribe and press the bell icon so that you can get all my new updates. So till I come with the new video, see ya all, keep tuning, bye.